Hi friends, welcome to Indian Political Talk. ലോകം മുഴുവൻ സമാധാനം പുലരട്ടെ എന്നാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. നമ്മുടെ ചുറ്റുപാടും അത് നിലനിൽക്കട്ടെ എന്നാണല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് തന്നാലാവുന്നത് ചെയ്യുക എന്നതാണല്ലോ നമ്മുടെ നിലപാട്. അങ്ങനെ ആവണം നമ്മുടെ നിലപാട്. ഇതിനിടക്കാണ് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന് അശാന്തിയുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അനവധി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കണ്ട ഒരു രാജ്യമാണ് നേപ്പാൾ. ഇപ്പോൾ ഒരു വിചിത്രമായ ആവശ്യവുമായാണ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. 17 വർഷം മുൻപ് അവസാനിച്ച രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. 17 വർഷം മുൻപ് അവസാനിച്ച രാജഭരണം തിരികെ കൊണ്ടുവരണം എന്നാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നടക്കുന്ന പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. ഇതിന് മുൻപും കൃത്യമായി പറഞ്ഞാൽ 2021-ലും 2023-ലും 24-ലും രാജഭരണം തിരികെ കൊണ്ടുവരാൻ പ്രക്ഷോഭം നടന്നിരുന്നു. എന്നാൽ ഇത്തവണത്തെ പ്രക്ഷോഭങ്ങൾക്ക് അല്പം തീവ്രത കൂടുതലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേപ്പാളിന്റെ ദേശീയ ജനാധിപത്യ ദിനമായ ഫെബ്രുവരി 19-ന് ആ രാജ്യത്തെ അവസാനത്തെ രാജാവായിരുന്ന ജ്ഞാനേന്ദ്ര പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടുള്ളത് ആയിരുന്നു ആ സന്ദേശം. രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗമാണ് ചെയ്തത്. ജനങ്ങളുടെ നന്മയായിരുന്നു ഞങ്ങളുടെ പദവികളും, ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ഞങ്ങളുടെ പദവികളും അധികാരങ്ങളും വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ സമയമായിരിക്കുന്നു ഈ രാജ്യത്തെ രക്ഷിക്കാനും അതിന്റെ ഐക്യം നിലനിർത്തി ഐശ്വര്യവും പുരോഗതിയും സാധ്യമാക്കാൻ എല്ലാ ജനങ്ങളും ഞങ്ങളെ പിന്തുണക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് മുൻ രാജാവിന്റെ സന്ദേശം. 1959-ലാണ് നേപ്പാളിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഇലക്ഷനിൽ നേപ്പാളി കോൺഗ്രസ് പാർട്ടി 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. നേപ്പാളി കോൺഗ്രസിന്റെ ആ സമയത്തെ പ്രസിഡന്റായിരുന്ന BP കൊയ്രാളയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. പക്ഷേ 1 വർഷം തികയുന്നതിന് മുൻപ് ആ ഗവൺമെന്റിനെ രാജാവ് പിരിച്ചു. തുടർന്ന് അങ്ങോട്ട് പ്രക്ഷോഭങ്ങളുടെ ഒരു നിര തന്നെയായിരുന്നു. നേപ്പാളിൽ 2008 ഭരണഘടനാ അസംബ്ലി നേപ്പാളിനെ മതേതരത്വ ഫെഡറൽ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 13 സർക്കാരുകൾ അവിടെ മാറി മാറി ഭരണം നടത്തി. ഒരു സർക്കാർ പോലും കാലാവധി തികച്ചില്ല എന്നതാണ് വസ്തുത. നിലവിൽ നേപ്പാൾ ഭരിക്കുന്നത് KP ശർമ്മ ഒലി പ്രധാനമന്ത്രിയായ നേപ്പാളി കോൺഗ്രസ് സഖ്യകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സഖ്യം സർക്കാരാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ നേപ്പാൾ ജനതയ്ക്കുള്ള വിശ്വാസം നഷ്ടമാകാൻ പ്രധാന കാരണം അഴിമതിയാണ്. പിന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റമാണ് ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നത്. പ്രതിവർഷം 10 ലക്ഷത്തോളം പേർ നേപ്പാളിൽ നിന്ന് ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നേപ്പാളിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഭരണപക്ഷ പ്രതിപക്ഷ ഒന്നടങ്കം ഇനിയൊരു രാജഭരണത്തെ അനുകൂലിക്കുന്നില്ല. അസ്വസ്ഥതകൾ നിറഞ്ഞ നേപ്പാൾ പ്രക്ഷോഭങ്ങൾ അവസാനിച്ച് നല്ലൊരു നാളേക്കായി നമുക്കും കാതോർക്കാം. എന്തായാലും ഒരു നല്ല ഭരണം നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ വരേണ്ടത് നമുക്കും അത്യാവശ്യമാണ്. ശാശ്വതമായ ഒരു പരിഹാരം, സമാധാനപൂർണമായ ഒരു നേപ്പാൾ നമുക്കും ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും
വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിക്കുകയാണ്. നന്ദി, നമസ്കാരം.